സ്വാഗതം. 2024 അവസാനത്തോടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ആദ്യമായി നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. എന്നാണ് വിതരണം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. 20-ാം തീയതി ആവുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. എന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനായിട്ടുള്ള നടപടികളെല്ലാം എടുത്തു വരുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള വിതരണം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി 1225 രൂപയാണ് കടമെടുത്തിട്ടുള്ളത്. ആയതിനാൽ ഉടൻ തന്നെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. രണ്ടാമതായി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. APL വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ അർഹതപ്പെട്ടവർക്ക് BPLലേക്ക് മാറ്റുന്നതിനായുള്ള സമയമാണിത്. നമുക്ക് ലഭിച്ച അറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പ്രകാരം അർഹതപ്പെട്ടവർക്ക് ഈ മാസം 25-ാം തീയതി വരെയാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക. 1000 സ്ക്വയർ മീറ്റർ താഴെയുള്ള വീടുള്ളവരും BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചവർക്കുമെല്ലാം അപേക്ഷ നൽകാം. അടുത്തതായി ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള മാസ്റ്ററിംഗ് സംബന്ധിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഗ്യാസ് വാങ്ങുന്നവരെല്ലാം തന്നെ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. മൊബൈൽ ആപ്പ് വഴിയോ അടുത്തുള്ള CSC കേന്ദ്രം വഴിയോ KYC പൂർത്തിയാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് തടസ്സം വരുമെന്നാണ് അറിയിപ്പുള്ളത്. 2025ഓടെ ഇത് നിർബന്ധമാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാലാമതായി ആധാർ സംബന്ധിച്ച വിവരങ്ങളാണ്. ആധാർ എടുത്ത് 10 വർഷം തികഞ്ഞ എല്ലാവരും ആധാർ പുതുക്കേണ്ടതുണ്ട്. അതിനായി ഡിസംബർ 14 വരെയായിരുന്നു ഫ്രീ ആയി പുതുക്കുന്നതിനുള്ള സമയം. എന്നാൽ ഇനിയും ചെയ്യാത്തവർക്കായി ഇനിയും തീയതി നീട്ടിയിട്ടുണ്ട്. എന്നാൽ ആധാർ പറഞ്ഞത് പ്രകാരം പുതുക്കാത്തവർക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല. ആയതിനാൽ ഇനിയും പുതുക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ആധാർ പുതുക്കുക. തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ ഉടൻ തന്നെ അത്തരം കാര്യങ്ങൾ പുതുക്കി ആധാർ കാർഡ് റെഡിയാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സർക്കാർ നൽകുന്ന സേവനങ്ങളെല്ലാം നിങ്ങൾക്ക് മുടങ്ങിപ്പോകുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് ഇ-കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.